ഇനി സഹോദരന്മാരെ, അദ്ദേഹം പറഞ്ഞ നമ്മളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറയുക, അവസാനമായിട്ട് നമ്മൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനാക്കി. ഇതൊക്കെ പണ്ടത്തെ വയതിലൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ നിന്നിരുന്നു. പക്ഷെ ഇതിപ്പോൾ നിലനിൽപ്പില്ലാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടുവരിക. സാധാരണ മനുഷ്യനാക്കി ഇല്ല. ഇനി വല്ല സ്ഥലത്ത് എഴുതിയിട്ടുണ്ടാകും സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മനുഷ്യനാണ്, അതേപോലെ പ്രവാചകൻ മനുഷ്യനാണ്. ആ അർത്ഥത്തിൽ സാധാരണ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും. പ്രവാചകന് വിശപ്പുണ്ട്, നമുക്കും വിശപ്പുണ്ട്. പ്രവാചകൻ കല്യാണം കഴിച്ചു, നമ്മളും കല്യാണം കഴിച്ചു. പ്രവാചകന് മക്കളുണ്ടായി, നമുക്കും മക്കളുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മളെപ്പോലൊരു മനുഷ്യനാണ്. ഇതാര് പറഞ്ഞതാ? ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യൻ മാത്രമാകുന്നു. എന്നാൽ അതിനർത്ഥം നമ്മളെപ്പോലെ ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യനാ പ്രവാചകൻ എന്നാണോ? അല്ല. പ്രവാചകന്റെ വഹയുണ്ട്, നമ്മൾക്ക് വഹയില്ല. പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം, നമ്മുടെ പേര് കേൾക്കുമ്പോ അതിന്റെ ആവശ്യമില്ല. അമ്പിയാക്കന്മാരുടെ ശരീരം ഖബറിനുള്ളിലേക്ക് വെച്ചു കഴിഞ്ഞാലും മണ്ണ് തിന്നുകയില്ല, മണ്ണിനെ തൊട്ട് ഹറാമാക്കിയിരിക്കുന്നു. ശരീരം അങ്ങനെ തന്നെ ഉണ്ടാവും. അതൊക്കെ നബിമാരുടെ പ്രത്യേകതയാ. ഇതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പ്രവാചകനെ കുറിച്ച് അള്ളാഹ് എന്ത് പറഞ്ഞോ ഞങ്ങൾ അംഗീകരിക്കും. പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ എന്ത് പറഞ്ഞോ അത് ഞങ്ങൾ അംഗീകരിക്കും. അതിനപ്പുറം ആ പ്രവാചകൻ സംബന്ധിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു വന്നാൽ ഞങ്ങൾ വിടൂല, അപ്പൊ ഞങ്ങൾ വിശദീകരിക്കും. അതെന്താണെന്നറിയോ? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫിക ഖദ് അഹസൻതു ദന്നി യാ ബശീറു യാ നദീറു. ബശീറും നദീറുമായ പ്രവാചകരെ, അങ്ങേ ലക്ഷ്യം വെച്ച് ഞാനിതാ വന്നിരിക്കുന്നു. എന്റെ ആവശ്യങ്ങൾ അങ്ങ് പൂർത്തീകരിച്ചു തരയണമേ. അങ്ങയുടെ പാവപ്പെട്ട അടിമയാകുന്നു ഞാൻ. അപ്പൊ നമ്മൾ അടിമയായി അള്ളാന്റെ റസൂലിനെ ദൈവീകമായ സ്ഥാനത്തേക്ക് എത്തിച്ചു. അത് പാടില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? പറ്റൂലട്ടോ, റസൂല് മനുഷ്യനാണ്. അത് പറഞ്ഞതിനാണ് സാധാരണ ആ നീട്ടക്കണ കാട്ട 6 മദ് നീട്ടാനുള്ള പോലെ തോന്നും ജീവിതത്തിന്റെ നിയമം അനുസരിച്ചിട്ട്. അങ്ങനെ സാധാരണ ആക്കിയിട്ടില്ല. ഇനി ഞങ്ങളൊക്കെ പറയാൻ തുടങ്ങിയാലേ നിങ്ങറിയോ, ഓരോരോ പ്രവാചകന്മാരെ സംബന്ധിച്ചും ഇവരുടെ പണ്ഡിതന്മാർ എഴുതി വെച്ച വാക്കുകൾ. മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം രാജാവിന്റെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോ ആ രാജാവിന്റെ കൊട്ടാരത്തിലെ രാജാവിന്റെ ഭാര്യ യൂസുഫിനെ വശീകരിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം ഓടിപ്പോയ തഖ്വ സൂക്ഷിച്ച ആ രംഗം ഖുർആൻ പറയുന്നുണ്ട്. അവരെന്താ എഴുതി വെച്ചെന്നറിയോ? ആ സ്ത്രീയെ കണ്ടപ്പോ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നു എന്ന് മാത്രമല്ല, പിന്നെയാണ് വാപ്പാനെ തന്റെ യജമാനന്റെ അപ്പുറത്ത് കാണുന്നത്. അങ്ങനെ യജമാനെ കണ്ടപ്പോ യൂസുഫ് നബിയുടെ വിരലുകൾക്കിടയിലൂടെ വികാരം ചോർന്നു പോയി. വല്ലാത്ത വികാരം, വിരലിൻ്റെ ഉള്ളിൽ കൂടെ പോണ വികാരം. ഒരു നബിനെ പറ്റിയാ പറഞ്ഞത്. ഇതൊക്കെ ഞങ്ങൾ എഴുതിയാണെങ്കിലോ? അവസാനിച്ചില്ല. സുലൈമാൻ നബിന്റെ വീട്ടിലേക്ക് ബൽഖീസ് രാജ്ഞി വന്നപ്പോ സുലൈമാൻ നബി കേട്ടിട്ടുണ്ട് ഇത്ര ബൽഖീസ് രാജ്ഞിന്റെ കാലുമ്മ രോമുണ്ട്, മുടിയുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസിന്റെ സ്ഫടികം വെച്ചിട്ട് അതിൽ കൂടെ നോക്കി അത് കണ്ട് ആഗ്രഹം തോന്നി. അങ്ങനെയാ സുലൈമാൻ നബി കല്യാണം കഴിക്കുന്നത്. ഇത് എഴുതി വെച്ചിട്ട് ഇല്ലാന്ന് പറയാൻ ഈ സഖാഫിക്കോ മറ്റു ധൈര്യം ഉണ്ടോ? എന്നിട്ട് ഞങ്ങൾ സാധാരണ മനുഷ്യന്മാരാക്കിയെന്ന് മുഹമ്മദ് നബിനെ കാണുന്ന തോന്നിയാസൊക്കെ എഴുതി വെച്ചിട്ട് നോണ പറഞ്ഞ് പ്രസംഗിച്ചു പോവുക. ഇത് മാത്രല്ല, സുലൈമാൻ നബിനെ വിട്ടില്ല, യൂസുഫ് നബിനെ വിട്ടില്ല, മുഹമ്മദ് നബിനെ വിട്ടിട്ടില്ല. പേര് സൂറത്തുൽ അഹ്സാബിലെ സയ്യിദ് ഹാരിസ സൈനബിനെ കല്യാണം കഴിച്ച രംഗം വരുന്നുണ്ട്. ആ സൈനബിനെ ഒഴിവാക്കാനും എന്നിട്ട് പ്രവാചകനോട് കല്യാണം കഴിക്കാനും പറഞ്ഞ രംഗം ഖുർആനിലുണ്ട്. അപ്പൊ അള്ളാഹ് പറഞ്ഞു, മുഹമ്മദേ നീ സയ്യിദിനോട് പറയണം സൈനബിനെ ഒഴിവാക്കാൻ, എന്നിട്ട് നിങ്ങൾ കല്യാണം കഴിക്കും വേണം എന്ന് അള്ളാഹ് വഹ്യ് കൊടുത്തു. റസൂൽ ആകെ വിഷമത്തിൽ എങ്ങനെ ഇപ്പൊ സയ്യിദിനോട് ഇത് പറയാ? ഈ ഒഴിവാക്കണം, ഞാൻ കിട്ടും വേണം. അപ്പൊ റസൂൽ ഇത് പറയാണ്ടെങ്ങനെ നടക്കുക? അപ്പൊ ആയത്തിറങ്ങി, നിങ്ങൾ ജനങ്ങളെ ഭയപ്പെടുകയാണ്. വല്ലാഹു അഹഖു അൻ തഖ്ശ, നിങ്ങൾ ഭയപ്പെടേണ്ടത് അള്ളാനെയാണ്. നിങ്ങൾ മനസ്സിൽ പലതും മറച്ചു വെക്കുന്നു. എന്താണ് മറച്ചു വെക്കുന്നത്? അവരെ സയ്യിദിനോട് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് നീ അവരെ കല്യാണം കഴിക്കണം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു, അത് നീ അവരോട് പറയാതെ മനസ്സിൽ മറച്ചുകൊണ്ട് നടക്കുകയാണ്. ഇത് പറ്റൂല, നീ പറയണം എന്നാണ് ആയത്ത്. ഇനി വെറുതെ ഓല ഒഴിവാക്കിയിട്ട് കെട്ടാൻ പറഞ്ഞല്ല കേട്ടോ. അവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ല, അവര് ബുദ്ധിമുട്ടിലാ പോകുന്നത്. അപ്പൊ അള്ളാഹ് തലാക്ക് ചൊല്ലാൻ കൽപ്പിച്ചതാ.
ഇതിന്റെ വിശദീകരണം പോലെ എന്താ എഴുതിയെന്നറിയോ? റസൂൽ സൈനബാനെ കണ്ടാവും മനസ്സിൽ ആഗ്രഹം തോന്നി, അത് മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നു, അവസാനം അല്ല കെട്ടിക്കോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എന്ന് പറയും. ഈ ജാതി തോന്നിയാസവും വൃത്തികളൊക്കെ എഴുതി വെച്ചിട്ട് ഞങ്ങൾ സാധാരണ മനുഷ്യനാക്കിയത് ഇങ്ങനെ പറഞ്ഞു പോയാൽ തൽക്കാലത്തിന് നഷ്ടപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് CD ഇറക്കാത്തത്. പക്ഷെ നിങ്ങൾ CD ഇറക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കേൾക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാലഘട്ടം ഏതാ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഇവിടെ പ്രസവിക്കുമ്പോൾ ഞങ്ങൾ പെരയെ കുത്തിരുന്ന് കേൾക്കും. ഇപ്പോഴത്തെ കാലം അതാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ ആദർശം പറയുകയാണെങ്കിൽ ആയത്തോതുക, ഹദീസ് വിശദീകരിക്കുക, എന്നിട്ട് ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് ഈ ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്കും സംസാരത്തിലേക്കും വരരുത് എന്നുകൂടി ഈ മാന്യമായ നിലക്ക് തന്നെ ആ പണ്ഡിതന്മാരോട്